ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സർവൈവൽ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ എന്തൊക്കെയാ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ഡയമണ്ട് ടൂൾസ് ഉണ്ടാക്കാം. നമ്മുടെ രണ്ടാമത്തെ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സീഡിയം കളക്ട് ചെയ്യും. മൂന്നാമത്തെ ഗോൾ എന്ന് വെച്ചാൽ ഒരു നെതർ പോർട്ട് ഉണ്ടാക്കും. അങ്ങനെ 3 ഗോളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയി ആ കേവിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഡയമണ്ട് ഒക്കെ മൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേവിലോട്ട് വന്നിട്ട് അയണും ഒക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു. നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ഡയമണ്ട് എടുക്കണം. ഡയമണ്ട്, ഗോൾഡ്, കൂടുതൽ റെഡ് സ്റ്റോൺ അതൊക്കെ എടുക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിവിടെ ചെറുതായിട്ടൊരു ബേസ് പോലെ സെറ്റാക്കി ചെയ്ത് ഒരു ചെസ്റ്റും ഫർണസും ഒക്കെ അടുക്കി വെച്ച് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് താഴോട്ട് പോകണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഇവരോട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഡയമണ്ട് എല്ലാം നമ്മൾ എടുത്തായിരുന്നു. ഇനി താഴെ കുറച്ച് ഡയമണ്ട് ഇരിപ്പുണ്ട്, അത് നമുക്ക് എടുത്തുകൊണ്ട് പോകണം. അത് വെച്ച് നമുക്ക് ക്യാച്ചും ലോഡൊക്കെ ഉണ്ടാക്കണം. ഈ കാണുന്ന വലിയ കീഴിലോട്ട് ഇറങ്ങിയേക്കാം. ചാടിയപ്പോലെ ഇന്നലെ തന്നെ ഇവിടെ അത്യാവശ്യം ഡയമണ്ട് ഒക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കണം. അതിന് മുന്നേ ഇവന്മാർ കുറച്ച് പണിയാവില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ചാടിയിട്ട് നേരെ ടോർച്ച് വെച്ചങ്ങ് ഓടിയാൽ മതി. അടിക്കും. താഴെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ടോർച്ച് നോക്കണം. ഇവിടെ വലിയൊരു ലാവപ്പൂളും ഉണ്ട്. അത് നന്നായി. നമുക്ക് ഒബ്സിഡിയൻ എടുക്കാൻ വേറെ അങ്ങ് പോകണ്ട. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാത്തിനെയും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെ നിൽപ്പുണ്ടല്ലോ, അവിടെ നല്ല സോമ്പിയല്ലേ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ കാണുന്നതാണ് ഡയമണ്ട് അങ്ങ് എടുക്കാം. ഇവിടെ നിന്ന് 10 ഡയമണ്ട് കിട്ടി. നമുക്കിനി ഇവിടെ കാണുന്ന ഈ റെഡ് സ്റ്റോണും പിന്നെ കുറച്ച് അയണൊക്കെ മേടിച്ചിട്ടുണ്ട്, അതും പിന്നെ കുറച്ച് ഗോൾഡും എടുക്കണം. അങ്ങനെ താഴെ ഇരുന്ന റെഡ് സ്റ്റോണും അയണും എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കാണുന്ന അങ്ങോട്ടൊന്ന് കയറിപ്പോണം. എന്തോടെ നിൽക്കുന്നു? ഇത് മറ്റേ മൈൻ ഷാഫ്റ്റ്. അത് തന്നെ, അത് തന്നെ. ഓ, ഇത് വഴിയൊക്കെ പോകുന്നുണ്ടോ മൈൻ ഷാഫ്റ്റ്? അങ്ങോട്ടാ കയറി നോക്കിയേ. ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. നമ്മൾ അത്യാവശ്യം ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ കിടന്ന് അയണും റെഡ് സ്റ്റോണും ഡയമണ്ട് ഉണ്ടെങ്കിൽ ഡയമണ്ട് നമുക്ക് എടുത്തോണ്ട് പോവാം. ഇവിടുത്തെ മേളത്തെയും എല്ലാ ഡയമണ്ടും അയണും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കൊണ്ട് നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. അയ്യോ, മണ്ടാ, ഞാനത് കണ്ടില്ല. ഒറ്റ പോക്കിരുത്ത് എങ്ങനെ കാണാനും? അത് കണ്ടില്ലടാ, കണ്ടില്ല. ഡീസ്പോണായി പോകുന്നു. പോയി എടുക്കട്ടെ എല്ലാം കൂടെ. ഇവിടുന്ന് ഒരു ഗോൾഡ് എടുത്തപ്പോ നേരെ താഴോട്ട് പോയിരുന്നു. എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ട്. അമ്മോ, അയ്യോ, എത്ര ക്രീപ്പറാ വന്നിരിക്കുന്നത്. ഷീൽഡ് പോയിട്ട് ടൂമറെ എല്ലാം കൊണ്ടുപോകാം. രണ്ട് ഹാർട്ട്. ലാവയ്ക്കകത്ത് വീട്. അയ്യോ, അതിന് ഡയമണ്ട് എല്ലാം പോയോ? ഡയമണ്ട് എല്ലാം പോയെന്ന് തോന്നുന്നു. ഓ, ഇല്ല, ഇവന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ. ഡയമണ്ട് പോയില്ല, ഭാഗ്യം. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകും. അത് ഫുഡ് കിട്ടിയില്ല. എന്തൊക്കെ അവിടെ ഞാൻ കേട്ടായിരുന്നു. ഹെൽമെറ്റും പോയി, ബൂട്ടും പോയി. ഭാഗ്യം ഡയമണ്ട് പോയില്ല. റോട്ട ഫ്രഷ് കഴിച്ചേക്കാം. ഇല്ല, വേറെ നിർത്തിയില്ല. അല്ല, കുഴപ്പമില്ല. അവിടെ കുറച്ച് സാധനമൊക്കെ പോയി. ബൂട്ട്സ് പോയി, ഹെൽമെറ്റ് പോയി, ഒരു സ്റ്റാക്ക് ബ്രെഡ് പോയി. വേറൊന്നും പോയില്ല. റെസ്റ്റോറൻറ്റ് ഡയമണ്ട് പോയി. അത് വലിയ കാര്യം, ഡയമണ്ട് പോയില്ല. ഓക്കെ, നമുക്കിനി നമ്മുടെ ബേസിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം.
ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒത്തിരി മൈൻ ചെയ്യാൻ പോകണം. അതൊക്കെ മൈൻ ചെയ്തിട്ട് വേണം നമുക്ക് ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും അപ്പുറത്തെ വില്ലേജ് കയറിട്ടു. അവിടെ എന്തായാലും കഴിക്കാൻ കാണും. അവിടെ കുറച്ച് ഹേബിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് ബ്രെഡ് ആക്കിയിട്ട് നമുക്ക് പോവാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഈ 2 വീട് ഇങ്ങനെ ഏറി നിൽക്കുന്നത് ഒരു ബഗ് ആയിരിക്കുമെന്ന്. ഞാനിതിനകത്ത് അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് പറഞ്ഞ ബഗ് ആയിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ കമ്പോസ് ഒരു ബ്രോ എന്ന് പറഞ്ഞായിരുന്നു അത് ബഗ് ഒന്നും അല്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ താങ്ക് യു ബ്രോ, താങ്ക് യു. അത് പറഞ്ഞ എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് പറഞ്ഞു തന്നതിന് താങ്ക് യു. നമുക്ക് ഇവിടുന്ന് 1.5 സ്റ്റാക്ക് ബ്രെഡ് കിട്ടും. നമുക്ക് നിത്യം എടുത്തുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ നടന്ന് ബേസിലെത്തിയിട്ടുണ്ട്. നമുക്ക് നിത്യം ഇതിനൊന്നും വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ആദ്യം നമുക്ക് ഡയമണ്ട് വെച്ചൊരു പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ ആ പോയ കേവിനകത്തൊരു ലാവ പൂൾ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ഒപ്പിടി കളക്ട് ചെയ്യാം. ഇവിടുന്ന് 15 ഒപ്സൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതോടെ നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോയിട്ട് നമുക്ക് നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാം. കേവിൽ നിന്ന് കളക്ട് ചെയ്ത ഒപ്സൈഡിനുമായിട്ട് ബേസ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ആദ്യം ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം ഈ പോർട്ടലൊന്ന് സെറ്റ് ചെയ്യാം, ഇവിടെ നിന്ന് പണിഞ്ഞിടാൻ വേണ്ടി. 1 2 3 4 കുഴി ഒഴിച്ചിട്ട് ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 1 ഇവിടെ 2 1 2 ഒന്നിവിടെ ഇതിന് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഗോളുമായ നെതർ പോർട്ടൽ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ 3 ഗോൾ നമ്മളങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഗോളായ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ഗോളായ ഡയമണ്ട് ടൂൾ ഉണ്ടാക്കി, മൂന്നാമത്തെ ഗോളായ നെതർ പോർട്ടൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് വേണം നമുക്ക് ഈ നെതർ പോർട്ടലിലോട്ട് കയറി നോക്കാം. അടുത്ത എപ്പിസോഡ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പുതിയ ഗോളുമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.